വിലയിരുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നുകൂടെ ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണും. ദൈവമക്കളുടെ പ്രത്യാശയെ അതിന്റെ അത്യുച്ചകൂടി എത്തിക്കുന്ന ഒരു വാക്യമാണല്ലോ ഈ രാത്രിയിൽ നാം വായിച്ചത്. ഈ വാക്യത്തിന്റെ യഥാർത്ഥമായ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. എന്താ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, ദൈവം തന്നെത്താൻ മനുഷ്യന് തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടെങ്കിലും മാനവരാശിയോടുള്ള ദൈവിക ഇടപെടലുകളുടെ എഴുതപ്പെട്ട രേഖയാണല്ലോ വിശുദ്ധ ബൈബിൾ. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള സകല കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്ത്. മാത്രമല്ല, വിശുദ്ധ തിരുവെഴുത്തിൽ ലോകത്തിനൊരു ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇച്ചിരി കൂടെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശു മിണ്ടാത്ത യേശുവല്ല, മിണ്ടുന്ന യേശുവാ. സംസാരിക്കാത്ത യേശുവല്ല, സംസാരിക്കുന്ന യേശുവാ. ഇത് പറയുമ്പോൾ എന്റെ ചിന്താമണ്ഡലത്തിലേക്ക് ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒത്തിരി ആരാധ്യ പുരുഷന്മാരുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ, തത്വചിന്തകന്മാർ, ആരാധ്യ പുരുഷന്മാരെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രം തന്നെ നമുക്ക് എടുക്കാം. 4ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റവരാണെങ്കിലും രാഷ്ട്രീയം കളിച്ച് മന്ത്രിമാരാകുന്ന നമ്മുടെയൊക്കെ മന്ത്രിമാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെ ഒന്ന് കാണണമെങ്കിൽ എന്തൊക്കെ പെടാപ്പാട് തുടങ്ങുമല്ലേ? അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങോട്ട് ചെന്ന് അവര് പറയുന്ന സമയത്ത് അവരാഗ്രഹിക്കുന്നത് പോലെ ചെന്നാലേ നമുക്ക് അവരെ കാണുവാൻ പറ്റത്തുള്ളൂ. അവര് പറയുന്ന സമയത്തും അവർ പറയുന്ന സ്ഥലത്തും അവരാഗ്രഹിക്കുന്നതും ഒക്കെ കൊണ്ട് കടന്നു ചെന്നാലേ നമുക്കവരെ കാണുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന യേശുവിന് അങ്ങനത്തെ പ്രത്യേകതകളൊന്നുമില്ല. നാം എവിടെയിരുന്നാലും, ഏത് സാഹചര്യത്തിലിരുന്നാലും, ഏത് അവസ്ഥയിലിരുന്നാലും അങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവം. മരുഭൂമിയിൽ ഇരിക്കുന്നവരോട് ഈ ദൈവം സംസാരിച്ചിട്ടുണ്ട്. വനാന്തരത്തിൽ യാത്ര ചെയ്യുന്നവരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങുന്ന പടകിലായിരിക്കുന്നവരോട് ഈ ദൈവം സംസാരിച്ചിട്ടുണ്ട്. കല്ലറയിലായിരിക്കുന്നവരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. കണ്ണ് കാണാത്തവരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ചെവി കേൾക്കാത്തവരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഏതവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകത്തിന്റെ അകത്ത് ഏത് പുസ്തകത്തിൽ നാം കടന്നു ചെന്ന് നോക്കിയാലും ഈ ദൈവിക ഇടപെടലിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദൈവിക ഇടപെടലിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ച വാക്യം. ഈ വാക്യത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകമാണല്ലോ ഇയ്യോബിന്റെ പുസ്തകം. അബ്രഹാമിന്റെ സമകാലികനായി അറിയപ്പെടുന്ന ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുവാനിടയായി അനന്തതയുടെ അഗാധതയിൽ നടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞു തീരത്തണിയുന്ന തിരമാലകൾ പോലെ ജീവിതത്തിന്റെ പടകിന് നേരെ കഷ്ടതയുടെ വേലിയേറ്റം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് കടന്നു വരുവാനിടയായി താൻ സ്നേഹിച്ചതും തന്നെ സ്നേഹിച്ചതുമായ പലരും ഭക്തനായ ദൈവമനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുവാനിടയായി. മാനുഷികമായി പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഒരു ശൂന്യതയിലേക്ക് കടന്നു വരുവാനിടയായി. തന്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് തനിക്ക് നഷ്ടപ്പെട്ടു, തന്റെ സൗന്ദര്യം പോലും നഷ്ടപ്പെട്ടു. തൊലിപ്പുറത്തുള്ളതായ തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യ പോലും എതിർക്കുവാനിടയായി. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണേ, അത്രയും നേരം കൂടെ നിന്ന ഭാര്യ പോലും എതിർക്കുക. തൊലിപ്പുറത്തെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോൾ ഇതാണ് ലോകം. മാനുഷികമായി എല്ലാം കൊണ്ട് ഒരു നഷ്ടത്തിലേക്ക് വന്ന മനുഷ്യൻ ആ ശൂന്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഭക്തനായ മനുഷ്യൻ ദൈവവചനത്തിന്റെ ആഴങ്ങളെ ആഴ്ന്നിറങ്ങി പഠിച്ചവനായിരുന്നത് കൊണ്ട് താനായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തിന്റെ ഏടുകളിലേക്ക് നോക്കിയിട്ട് വർത്തമാനകാല ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ വിചിന്തനം ചെയ്ത് ഭാവി കാലത്തെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ഒരു വാക്ക ഇന്ന് രാത്രിയിൽ നാം വായിച്ചത്. എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിക്കുന്നെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ശരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വാക്കുകൾ ഉരുവിടാത്ത ഒരു ദൈവമക്കൾ പോലുമില്ല. കാരണം സത്യസന്ധമായ വിശ്വാസ ജീവിതം അതൊരു പരിപ്രയാണ യാത്രയാ. അവിടെ ചൂടേറിയ ഉഷ്ണക്കാറ്റുകൾ സാർവത്രികമാ. യാത്രയുടെ നീളം കൂടുന്തോറും വഴിയിൽ തളരുവാൻ സാധ്യതകൾ ഏറെയാ. തളരുന്ന തന്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന കൃപയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പാ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പാ ഇന്ന് രാത്രിയിൽ നാം വായിച്ച വാക്യം. എന്താ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം? 3 കാലഘട്ടങ്ങൾ
കാലഘട്ടങ്ങളിലായി 3 ചിന്തകളെയാണ് ഈ വാക്യത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഞാൻ ഇന്ന് രാത്രി താല്പര്യപ്പെടുന്നത്. ഒരു ദൈവവൈദ്യന്റെ ലോകത്തിലെ വെല്ലുവിളികളല്ല ഏറ്റവും കൂടുതൽ പിശാചിനെതിരെയുള്ള വെല്ലുവിളികളാണ്. ഇവിടെ ഇയ്യോബ് വെല്ലുവിളിക്കുന്നത് പിശാചിനെയാ. തന്റെ നന്മകൾ നഷ്ടപ്പെടുത്തുവാൻ, തനിക്കുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ കാരണഭൂതനായിരുന്ന പിശാചിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയ്യോബ് പറയുന്ന ചില കാര്യങ്ങളാണ് നാം വായിച്ചത്. ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന 3 ചിന്തകളുണ്ട്. സാത്താനെ നോക്കിക്കൊണ്ട് ഇയ്യോബ് പറയുന്നു, സാത്താനെ, നീ എന്റെ നന്മകളെ നഷ്ടപ്പെടുത്തിയാലും, നീ എന്റെ മക്കളെ കൊണ്ടുപോയാലും, നീ എന്റെ സൗന്ദര്യത്തെ കൊണ്ടുപോയാലും, എന്റെ സ്നേഹിതന്മാരെ എന്നിൽ നിന്ന് അകറ്റിയാലും ഇതൊന്നും കണ്ട് ഞാൻ നിരാശപ്പെടത്തില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ചിന്ത ഞാൻ പറയുന്നു, എനിക്ക് എന്റേതെന്ന് പറയുവാൻ, എനിക്ക് എന്റെ സ്വന്തമെന്ന് പറയുവാൻ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് പറയുവാൻ സാധിക്കും? ഇതാ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. ലോകത്തിൽ നമ്മുടേതെന്ന് പറയാൻ പറ്റുന്നത് ഒന്നും നമുക്ക് ഈ ലോകത്തിലില്ല. നാം അധ്വാനിച്ച് നേടുന്ന പണമോ, നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പദവികളോ, നാം അധ്വാനിച്ച് നേടുന്നത് പലതും ആരുടെ മണ്ണിന്റെ അകത്ത് അസ്തമിക്കുന്നതാണ്. പക്ഷെ കൃപ പ്രാപിച്ചൊരു ദൈവത്തിന് അവന്റേതെന്ന് പറയാൻ പറ്റുന്ന ഒന്ന്, അവന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് ഈ ലോകത്തിലുണ്ട്. എന്താണത്? അവന്റേതെന്ന് പറയാൻ പറ്റുന്നത്, അവന്റേതെന്ന് പറയാൻ പറ്റുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ അവൻ ഈ ലോകത്തിലുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചിന്ത അത് തന്നെ ഞാൻ പറയുന്നു. ഈ റിഡീമർ, എനിക്ക് എന്റേതെന്ന് പറയുവാൻ, എനിക്ക് എന്റെ സ്വന്തം എന്ന് പറയുവാൻ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇനി ഇതിനകത്ത് പറഞ്ഞു കിടക്കുന്ന രണ്ടാമത്തെ ചിന്തയോ പറയുക, എന്റെ വീണ്ടെടുപ്പുകാരൻ കല്ലറയ്ക്കകത്ത് ഇരിക്കുന്നവനല്ല, എന്റെ വീണ്ടെടുപ്പുകാരൻ കല്ലറയെ പൊട്ടിച്ച് ജീവിക്കുന്നു. ഈ ആത്മീക സന്ദേശത്തിൽ എനിക്കിന്ന് രാത്രി നിങ്ങളോട് പറയുവാനുള്ള ഏറ്റവും വലിയ ദൂതമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു കല്ലറയ്ക്കകത്തിരിക്കുന്ന യേശുവല്ല, അവൻ ജീവിക്കുന്ന യേശുവാ. ഹി ഈസ് ലിവിംഗ്, അവൻ ജീവിക്കുന്നു. ഇനി മൂന്നാമത്തെ ചിന്ത, അവൻ ഒടുവിൽ പൊടുമേൽ നിൽക്കും. ഞാൻ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. അപ്പൊ ഇന്ന് രാത്രി നാം ഈ 3 ചിന്തകളിലേക്ക് ആ വേഗത്തിൽ കടന്നു വരുന്നത്. ഒന്ന്, എനിക്ക് എന്റേതെന്ന് പറയുവാൻ, എനിക്ക് എന്റെ സ്വന്തമെന്ന് പറയുവാൻ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. 2, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. 3, അവനൊടുവിൽ പൊടുമേൽ നിൽക്കും, ഞാൻ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഒന്നാമത്തെ ചിന്തയിലേക്ക് നാം വരുന്നു. എനിക്ക് എന്റേതെന്ന് പറയുവാൻ, നമുക്ക് ചേർന്ന് പറയാം, എനിക്ക് എന്റേതെന്ന് പറയുവാൻ, എനിക്ക് എന്റെ സ്വന്തമെന്ന് പറയുവാൻ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ വിലമതിക്കാനാകാത്ത പദമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന പദം. 66 പുസ്തകത്തിൽ ഒരു മനോഹരമായ കൊട്ടാരത്തോട് നാം സാദൃശ്യപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ മൂലക്കല്ലാണ് വീണ്ടെടുപ്പ്. വേദപുസ്തകത്തിലെ ഏത് പുസ്തകങ്ങൾ കയറി നോക്കിയാലും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു പദമാണ് വീണ്ടെടുപ്പ്. വേദപുസ്തകത്തിന്റെ അടിത്തറയാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന പദം മനസ്സിലാക്കുവാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രസംഗത്തിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിത്യതയിൽ മറന്നുപോയ നിത്യതയുള്ള പ്രവാചകനായിരുന്ന കർത്താവിന്റെ ദാസൻ എം.വി. ചാക്കോസാർ എഴുതിയതും റീമ പബ്ലിക്കേഷൻസ് തയ്യാർ ചെയ്യുന്നതുമായ ഒരു പുസ്തകമുണ്ട്, അടിസ്ഥാന ഉപദേശങ്ങൾ ഒരു പഠനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ എല്ലാം അന്യ കർത്തൃദാസൻ വീണ്ടെടുപ്പ് എന്ന പദത്തിന്റെ ഉപോത്ഭകമായിട്ട് അനേക പദഭേദങ്ങൾ അതിന്റെ മൂലഭാഷയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ വായനയിലും പഠനത്തിലും ചിന്തയിലും ഈ പ്രസംഗത്തിന്റെ ഉറപ്പിക്കുവാൻ വേണ്ടി അതിനകത്തെ 2 പദങ്ങൾ ഉപയോഗിക്കുവാനാണ് ഈ രാത്രിയിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. വീണ്ടെടുക്കുക എന്ന ആ പദത്തിന്റെ ഉപോത്ഭകമായി അഥവാ ആ പദത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി 2 പദങ്ങളാണ് ഇന്ന് രാത്രി അതിന്റെ മൂലഭാഷയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, വീണ്ടെടുക്കുക എന്നതിന്റെ ഒന്നാമത്തെ പദത്തിന്റെ പേരാണ് അഗോറാസോ. അഗോറാസോ എന്ന് പറയുന്ന പദത്തിന്റെ മലയാളത്തിലെ അർത്ഥം പരസ്യ ചന്തയിൽ നിന്ന് വലിച്ചെടുക്കുക എന്നാണ്. ശ്രദ്ധിക്കുക, വീണ്ടെടുക്കുക എന്ന പദത്തെ ഒന്നിപ്പിക്കുവാൻ കൊണ്ടുവരുന്ന ഒന്നാമത്തെ പദത്തിന്റെ പേര് അഗോറാസോ. ആ പദത്തിന്റെ അർത്ഥം പരസ്യ ചന്തയിൽ നിന്ന് വലിച്ചെടുക്കുക. ഇനി വീണ്ടെടുക്കുക എന്നതിന്റെ രണ്ടാമതൊരു പദമുണ്ട്, അതിന്റെ പേരിൽ ലൂട്രോ എന്നാണ്. ആ പദത്തിന്റെ അർത്ഥം സ്വാതന്ത്ര്യം നൽകുക എന്നാണ്. ശ്രദ്ധിക്കുക, എന്താണ് വീണ്ടെടുപ്പ്? അഗോറാസോ പ്ലസ് ലൂട്രോ സമം വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിലെ അർത്ഥം? പരസ്യ ചന്തയിൽ നിന്ന് വലിച്ചെടുത്ത് സ്വാതന്ത്ര്യം നൽകുന്നതിന് പറയുന്ന പേരാണ് വീണ്ടെടുപ്പ്. ഇത് തന്നെയാണ് കാൽവറിയിലും സംഭവിച്ചത്. 8 അടി നീളവും 12 അടി വീതിയും 84 കിലോയുമുള്ള ക്രൂശും ചുമന്ന് 14 പ്രാവശ്യം വീഴുവെഴുന്നേറ്റും കാൽവറിയിലേക്ക് കടന്നു പോകുന്ന ദൈവപുത്രൻ കാലിലും പാടികൾക്ക് വിരിച്ചു കൊടുക്കുമ്പോൾ കാൽവറിയിലെ ദൈവപുത്രന്റെ ഏറ്റവും വലിയ ഉദ്ദേശം മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യമായിരുന്നു. എന്താണെന്ന് തെളിച്ചു പറയാം. ഏതെങ്കിലും തോട്ടത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവിക സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിശാച് അവനെ ചതിച്ച് അവന് ലഭിച്ചിരുന്ന സൗഭാഗ്യം